ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ ഇച്ചിരി ചാണകം ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് താഴേക്ക് പോവാണ്. അന്നേരം കുറച്ച് താറാവിനും കോഴിക്കും കൊടുക്കാൻ കുറച്ച് തീറ്റയും കൂടി കൊടുത്തു, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചാണകക്കുഴിയെ ഇവിടെ പശുവിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാച്ചനായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചാച്ചനൊക്കെ വയ്യാതായപ്പം പശുവിനെയൊക്കെ വിറ്റു. ഇപ്പം നമുക്കിവിടെ അതിൻ്റെ ചാണകം കുറച്ച് ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ പച്ചക്കറികൾക്കും പിന്നെ പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കും. പിന്നെ നമുക്ക് കുറച്ച് കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അതിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പം പിള്ളേരും എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാനവിടെ നിന്ന് കോരി മോളുടെ കയ്യിലേക്ക് കൊടുക്കും. അവളത് ഉന്തുവണ്ടിയിലേക്ക് ആക്കും. അങ്ങനെ ഒരു വണ്ടി നിറച്ച് നമ്മൾ കോരിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനിവിടെ ഇതായിരുന്നു കേട്ടോ തൊഴുത്ത്. അവിടെയായിരുന്നു നമ്മളിപ്പോൾ താറാവിനെയും കോഴീനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മുട്ട എടുക്കാൻ വേണ്ടി വന്നു. വലിയൊരു പാമ്പിനെ കണ്ടായിരുന്നേ. അപ്പം ഞങ്ങളിനി ഈ ഉണ്ടുവന്തിയായിട്ട് ഇനി മുറ്റത്തേക്ക് എത്തി. ഇനി ഇതുണ്ടോ, ഇത് മോള് ഈന്തപ്പഴത്തിൻ്റെ കുരു നട്ട് വെച്ചാട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു മോളെയാണ് കാണുന്നത്. ഇനി ഈ ചാണകപ്പൊടി കോരി എല്ലാത്തിനും ഞങ്ങൾ ഇടട്ടെ കേട്ടോ. ഇതിപ്പോൾ തികയോന്നറിയത്തില്ല. ഇത് നമ്മുടെ ഒരു നല്ല റോസയാണ്, നല്ല ഒരു ചുവപ്പ് പൂവുണ്ടാകുന്നതാണ്. ഇതൊക്കെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അമ്മേൻ്റെ അനിയത്തി അവിടെയുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരുന്ന. പിന്നെ നമുക്ക് അതിന് കുറച്ച് വളം ഇട്ട് കൊടുത്തു. നമ്മുടെ ഓർക്കിഡ്, അതിനും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഈ അമ്മ എല്ലാ പ്രാവശ്യം മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതുകൊണ്ട് ഇത് നമ്മുടെ നല്ല രസമുള്ള ബോൾസം ഇല്ലേ, അത് നല്ലൊരു ചെടി കേട്ടോ. അതെല്ലാവരും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ തൈ തരുമോ എന്നൊക്കെ. നമ്മൾ അത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിലും കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ചെടികൾക്കൊക്കെ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ളിത്തൊണ്ടില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ മുട്ടയുടെ തൊണ്ട്, റോസൊക്കെയൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ നല്ലൊരു വളമാണ് കേട്ടോ. പിന്നെ ഈ പൂച്ചെടികൾക്കൊക്കെ ഇടുന്ന ഒരു വളം ഉണ്ടല്ലോ, ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത്, അതിടയ്ക്കൊക്കെ വാങ്ങി ഇട്ട് കൊടുക്കലൊക്കെ ഉണ്ട്. നമ്മുടെ ചാണകം ഉള്ളതുകൊണ്ട് അതാണ് അധികവും നമ്മൾ ഉപയോഗിക്കാറ്. മോളാട്ടോ എനിക്ക് ചാണകമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുത്തരും. തീരുന്നതിനനുസരിച്ച് വേഗം കൊണ്ടുത്തരും കേട്ടോ. അപ്പോൾ അവളാണ് എന്നെ എല്ലാത്തിനും സഹായിക്കുന്നത്. മൂത്ത മോള് വീഡിയോ ഒക്കെ പിടിച്ചു തരും. ഇവളും ചിലപ്പോൾ പിടിക്കും. അധികവും ഇവളാണ് പിടിക്കുന്നത്. പിന്നെ ഒരു മോനൂടെ ഉണ്ട് കേട്ടോ എനിക്ക്. അവന് ഇവിടെയല്ല, അവന് കൂത്താട്ടുകുളത്ത് +1 പഠിക്കുവാണേ. പിന്നെ ഞങ്ങൾക്ക് 3 മക്കളാണ്. ഇനി ഞാനിതിനെല്ലാത്തിനും വളമെല്ലാം ഇട്ട് കഴിയട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ജമന്തി മറിഞ്ഞ് വീണേ, അതിങ്ങനെ മഴയത്താന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഡാലിയ ചെടിയാണ്. ഇതൊരു ഡാലിയ കേട്ടോ. ഇത് നല്ല കട്ട കളറ്, അതിന് വയലറ്റ് കളറുള്ളൊരു പൂവുണ്ടാകും. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. അപ്പോൾ അതിനെന്തോ ഒരു കേട് പറ്റിയ ഇലയൊക്കെ വാടി, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ പുഴു വന്ന് ഭയങ്കര പുഴുശല്യമുണ്ട്. അതുകൊണ്ട് ആ പുഴു വന്ന് തിന്നതാണോ ആവും. അപ്പോൾ അതിന് കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. നന്നാകുവാണെങ്കിൽ നന്നാകട്ടെ എന്നോർത്തുകൊണ്ട് കുറച്ച് ചാണകം കൂടി അതിന് ഇട്ട് കൊടുത്തു. ഇതിവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പുല്ലൊക്കെ കളഞ്ഞ് അടിച്ച് വാരി വൃത്തിയാക്കിയതാട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ചെടി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ട്? ഇത് പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല അങ്ങനെ. ഇവിടെ ഏതാണ്ട് ഒരു ചോട് എങ്ങാണ്ടുണ്ടാകും. പിന്നെ ഈ വാഴച്ചെടികൾക്കും അതിനൊക്കെ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ ചെടിത്തോട്ടം വൃത്തിയാക്കിയപ്പം ഒരു വെള്ളക്കാന്തരീൻ്റെ തൈ കാണിച്ചു തന്നില്ലായിരുന്നോ? അതാട്ടോ ഇത്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചോടൊക്കെ നല്ലപോലെ കിളച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്തായിരുന്നേ. അതിനും കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്തു. ഇത് മോള് നട്ട് വെച്ച മാങ്ങാടി നട്ട് വെച്ചാൽ അത് മുളച്ച് വന്നു. അതിന്